ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പല തെറ്റുകളുണ്ടാവും ആദ്യം, അതൊക്കെ ക്ഷമിക്കണം. എല്ലാം റെഡി ആയിട്ട് വരും. പിന്നെ വേറെ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, 4ാമത്തെ. അപ്പം ഞങ്ങൾക്ക് വേറെ ആഘോഷങ്ങളൊന്നുമില്ല. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം. അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കണ്ട് സഹകരിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ യാത്രയാകട്ടെ. ഇതെല്ലാം ഇപ്പോൾ പുതുക്കി പണിതാണ്. പഴയ അമ്പലം ഇങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ സ്കൂളിൽ ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ കാണുന്ന ഭജനോടൊക്കെ ചെറിയ ഭജനോടായിരുന്നു. ഈ ആല് പണ്ടേ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഈ പടിപ്പുരയൊക്കെ ഇപ്പോഴും പുതുതായി കൂട്ടിപ്പണിതാണ്. പിന്നെ അതേപോലെ ഈ ഇതിൻ്റെ അകത്ത് മറ്റേ പന്തലൊക്കെ പുതുതാണ്, കൊടിമരമൊക്കെ പുതിയതാണ്. ഇതെല്ലാം ഇപ്പോൾ പുതുക്കി പണിതെടുത്തതാണ്. ഇപ്പം അമ്പലം അടിപൊളിയായി. നമ്മളെടുക്കുന്ന ഒരു 1.25-2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രമാണ്. ഇവിടെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ശിവരാത്രിക്കൊക്കെ രാത്രി വന്ന് മുഴുവൻ ഉറക്കം കളഞ്ഞ് നിൽക്കുമായിരുന്നു. പുലർച്ചെയാണ് പോവുക. വെടിക്കെട്ടൊക്കെ ഉണ്ടാവും ചെറുതായിട്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഇവിടെ എന്ന് വെച്ചാൽ ലക്ഷദ്വീപൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ഉച്ച സമയത്തൊക്കെ ഈ ബ്രേക്ക് ടൈമിന് വന്നിട്ട് ഈ ആലിൻ്റെ മുറട്ട് കിടന്നുറങ്ങും. നല്ലൊരു സുഖമാണ്. സ്കൂളിൽ നിന്ന് നല്ലൊരു ശാന്തതയാണ്. പിന്നെ അതേപോലെ ഈ പരീക്ഷാ സമയത്തൊക്കെ ഉച്ചയ്ക്ക് ഈ ബ്രേക്ക് സമയം ഉണ്ടാവുമല്ലോ, ഇവിടെ വന്ന് പഠിക്കാൻ വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇവിടെ ഉറങ്ങും. ഇതൊക്കെയാണ് നമ്മുടെ പഴയ ഹോബി. നല്ല കരിമ്പൊക്കെ ഉണ്ട് ഇവിടെ. പന്ത്രണ്ട് മണിയാവും തോന്നുന്നു പൂജയ്ക്ക്. അപ്പോൾ പൂജ കഴിഞ്ഞ് പ്രസാദം വാങ്ങിച്ച് ഞങ്ങൾ പോകും.
വേളൂർ ശിവക്ഷേത്രമാണ്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ഒരു 2 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അട്ടേങ്ങാനം എന്ന സ്ഥലത്ത്. ഇതിന് മുന്നിലല്ലേ ഏട്ടൻ്റെ പഠിച്ച സ്കൂള്? ഞാനിവിടെ ഹൈസ്കൂൾ പഠിച്ചത് ഇവിടെയാണ്. നല്ലൊരു അന്തരീക്ഷം അല്ലേ ഏട്ടാ? ഇതൊക്കെ ഫുള്ളായിട്ട് ഇപ്പോൾ പുതുക്കി പണിതിരിക്കുകയാണ്. പഴയ പുരാതന അമ്പലത്തിൽ ക്ഷേത്രമാണ് ഇതൊരു പുരാതന ക്ഷേത്രമാണ്. സ്വയം ഇവിടെ അടുത്തുള്ള ഇരിയ അയ്യപ്പ ക്ഷേത്രമാണ്. അവിടുന്ന് 2 കിലോമീറ്റർ ദൂരത്താണ് ഈ ക്ഷേത്രം. എന്ത് പ്രസാദമാണ് പോയി പ്രസാദമാണ് പോയി പ്രസാദം വാങ്ങിച്ചു ഞങ്ങൾ വേളൂർ അമ്പലത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള ഇരിയയിൽ അയ്യപ്പ ക്ഷേത്രത്തിലും കൂടി വന്നോ. അവിടുന്ന് ഇവിടത്തേക്ക് ഒരു 2 കിലോമീറ്റർ. നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ ദൂരം. ഇത് പണ്ടൊരു ഭജനോടായിരുന്നു. പിന്നീട് ഇവിടെ പൂജ സ്വാമിമാരൊന്നും ഇല്ല, വളരെ കുറവാണ്. പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് പൂജയൊക്കെ കഴിഞ്ഞു. ഇത് പണ്ടൊരു ഭജനോടായിരുന്നു, പിന്നീട് അയ്യപ്പ ക്ഷേത്രമായിട്ട് മാറിയാണ്. നമ്മളെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രമാണിത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വേറെ പരിപാടിയൊന്നും ഇല്ല എന്നതിന്. എന്നാൽ ഓക്കെ, ശരി.